സോ ഹേ ഗായ്സ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എൻട്രൻസ് റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ദ ക്രാഷ് കോഴ്സസ് ആർ ജസ്റ്റ് ബിഗൺ ടുഡേ ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആർ ഫ്ലോയിങ് ഫ്രം ഓൾ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. അപ്പോൾ നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. ഈ ക്രാഷ് കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. സോ ലെറ്റ്സ് കം. എൻട്രൻസ് മേഖലയിൽ രാജ്യത്ത് ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന, രാജ്യത്തെ ഒന്നാമനെ ശ്രീനന്ദ് ശർമിലിനെ വിജയത്തിലേക്ക് എത്തിച്ച് 1 കോടി രൂപ നൽകിയ രാജ്യത്തെ നമ്പർ 1 സ്ഥാപനമായ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമാവുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് രാജ്യത്ത് മറ്റൊരു എൻട്രൻസ് സ്ഥാപനത്തിലും ലഭിക്കാത്ത ഫെസിലിറ്റീസും തിയററ്റിക്കൽ ക്ലാസ്സും ഒക്കെയാണ്. അപ്പോൾ നീറ്റും കീമിനും പ്രത്യേകമായിട്ടുള്ള ബാച്ചസാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ക്ലാസ് റൂംസൊക്കെ ഏകദേശം ഫില്ലായി കഴിഞ്ഞു. പേരൻസൊക്കെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് റൂംസിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. എന്താ പേര്? ആഗ്ന ബിന്നി. എവിടെയാ വീട്? ചേർത്തല. ഓക്കെ. ഇവിടെ ഹോസ്റ്റലല്ലേ? ഇവിടെ ഹോസ്റ്റൽ. എങ്ങനെയാ മോള് ഈ ഒരു ക്രാഷ് കോഴ്സിനെ കുറിച്ച് ചൂസ് ചെയ്തത്? ഫ്രണ്ട് ഒക്കെ പറഞ്ഞു അതുപോലെ ബ്രില്യന്റ് പിന്നെ ഓൾറെഡി ഫേമസ് ആണല്ലോ, അപ്പോൾ പിന്നെ നീറ്റ് എഴുതണം. രതീഷ. ഓക്കെ. എവിടെ വീട്? From Chennai. Chennai too? Yeah. Oh, then how about your experience right now? Yeah, people are friendly, classes we have to experience. Okay. ഫസ്റ്റ് ടൈം ആണോ കേരളത്തിൽ വന്ന് പഠിക്കുന്നത്? ഇങ്ങനെ ഹോസ്റ്റലിൽ ഒന്ന് പഠിക്കണത് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സിനെ കുറിച്ച് മോൾ അറിഞ്ഞത്? ഞാൻ ഓൺലൈൻ ഉണ്ടായിരുന്നു ബ്രില്യൻറ്റിൻ്റെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഫ്രണ്ട്സും പറഞ്ഞ് പോകണം എന്നൊക്കെ, അപ്പോൾ അങ്ങനെ കേട്ടിട്ട്. ഓക്കെ. ഇത് പിന്നെ ഏത് സ്കൂളിലാണ് മോളെ പഠിച്ചത്? സെൻട്രൽ സ്കൂൾ വർക്കല. ഓക്കെ. CBSE ആയിരുന്നോ? CBSE. ഓക്കെ. അപ്പം ക്രാഷിന് വേണ്ടിയിട്ടുള്ള ബാക്കി നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ മിസ് പറഞ്ഞു തന്നല്ലോ. അപ്പോൾ റെഡി അല്ലേ? റെഡിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ? നല്ല ലെവലാണ്. ഓക്കെ. മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിട്ടില്ല. ഓക്കെ. ഈ എഞ്ചിനീയറിംഗിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത്? ചേച്ചി കീം എഴുതി കിട്ടിയായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കിട്ടി. തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഓക്കെ. ഏത് സിലബസ് ആയിരുന്നു? സ്റ്റേറ്റ് ആയിരുന്നു. പ്ലസ് ടു സ്കൂളിൻ്റെ പേരുണ്ടായിരുന്നു? GVHSS അയ്യന്തൂർ. അപ്പോൾ ഇവിടെ ഹോസ്റ്റലല്ലേ? ഹോസ്റ്റൽ. ഹോസ്റ്റലിലെ അഡ്മിഷനൊക്കെ റെഡി? എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രില്ലിനെ പറ്റി ഇങ്ങനെ അറിഞ്ഞത് അവിടെ നിന്ന് ഇവിടം വരെ? ഞാൻ ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഒരു കസിനൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസും കാര്യങ്ങളും? അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. ഓക്കെ. ക്രാഷിന് ഞാൻ ഓൾറെഡി ഹൈബ്രിഡ് ബാച്ചിൽ ജാനുവരിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ക്രാഷിൽ അതാണ് എടുത്തത്, ഹൈബ്രിഡ്. ഓക്കെ. അവിടെ നിന്നാണ് ക്രാഷിൻ്റെ കോഴ്സിലേക്ക് വന്നത് അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ കുറേ റിസർച്ച് ചെയ്തപ്പോഴും ഇതിനെ പറ്റി നല്ല അഭിപ്രായമാണ് കേട്ടെ. പിന്നെ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ക്രാഷിനെ കുറിച്ച് അറിഞ്ഞത്. ഫ്രണ്ട്സ് വഴിയാണ് അറിഞ്ഞത്. ചുരുങ്ങിയ സമയം കൊണ്ട് വിദ്യാർത്ഥികളെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്ന വ്യക്തമായ പ്ലാനുമായി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമായും ദുബായിലും ബ്രില്യൻറ്റ് സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ബോർഡ് സൗകര്യങ്ങളും ലേണിംഗ് ആപ്പും ഒരു ക്വിക്ക് റിവിഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെയായി ബ്രില്യൻറ്റിലെ ക്രാഷ് കോഴ്സിലെ വിദ്യാർത്ഥികൾ ബ്രില്യൻ സ്റ്റുഡൻസ് ആയി നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം പേരൻസ് ഒക്കെ ഇവിടെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, കുറച്ചുപേർ ഇപ്പോഴും പോയിട്ട് പോലും വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ സാറിൻ്റെ പേരെന്താണ്? ജയശങ്കർ. എവിടെ നിന്ന് വരുന്നു? കന്യാകുമാരി നിന്ന് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫാമിലിയാണ് വന്നിരിക്കുന്നത്. മകനാണോ മകളാണോ? எல்லாரும் சொல்லுவாங்க நல்ல கோச்சிங் கொடுக்காங்க அப்படின்னு, அதனால தான் நாங்கள் இங்கே வந்தோம். ഓക്കെ. സെൽവം. എവിടെ നിന്ന് വരുന്നു? തിരുപ്പൂർ, തമിഴ്നാട്. തമിഴ്നാട്. ഓക്കെ. വളരെയധികം ദൂരത്ത് നിന്ന് വന്നിട്ടുണ്ട്. യു ആർ കമ്മിങ് ഫ്രോം വെരി ഫാർ away. Is it your son or your daughter? Daughter. For medical or engineering? Medical. So you have a lot of expectations on your daughter, I suppose. So how did you came to know about this Brilliant Academy? Through our family friend, they already did a course here. Okay. So through that we came to know. Okay.
എൻ്റെ പേര് സുബ്രഹ്മണ്യം. എവിടെ നിന്ന് വരുന്നത്? ഞാൻ കേരളത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റാണ്, തമിഴ്നാട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബ്രില്ലിനെ പറ്റി? ഇല്ല, ബ്രില്ലിൻ്റെ എൻ്റെ ചേട്ടൻ്റെ മോൻ ഇവിടെ പഠിച്ചിരുന്നു. അവന് മെഡിക്കലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി. പിന്നെ എൻ്റെ മൂത്ത മോള് ഇവിടെ പഠിച്ച് റിപ്പീറ്റ് ചെയ്തു ഒരു പ്രാവശ്യം. അവൾക്ക് മെഡിക്കലിന് കിട്ടി. അവളിപ്പോൾ കുലശേഖരത്ത് ഇവിടെ ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. ഇത് എൻ്റെ രണ്ടാമത്തെ മോളാണ്. അപ്പോൾ അവളെയും കൂടി കൊണ്ടുവന്നു. എനിക്ക് അത്രയും വിശ്വാസവും ആത്മാർത്ഥയും ഇവിടെ പഠിപ്പിക്കുന്ന രീതിയും കൊണ്ട് ഞാൻ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്നത്. എൻട്രൻസ് മേഖലയിലെ ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 2025 ക്രാഷ് കോഴ്സിന് തുടക്കമിട്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളമായും ദുബായിലുമായി 31 സെന്ററുകളാണ് ക്രാഷ് കോഴ്സിനായിട്ട് നമുക്ക് ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ മുത്തോലി ക്യാമ്പസിലെ ക്രാഷ് കോഴ്സിലെ കുറച്ച് വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സോ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? യെസ്, അപ്പോൾ സ്റ്റുഡൻസ്, ഹായ് മോളെ. ഹായ്, എന്താ പേര്? സോനു മരിയ. ഓക്കെ, എവിടെയാ വീട്? ബാംഗ്ലൂർ. ഓക്കെ, അപ്പം ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ ടു പാലാ. യെസ്. എങ്ങനെയുണ്ട് പാലായ്ക്ക് വന്നതിന് ശേഷമുള്ള? നല്ല എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ എക്സ്പീരിയൻസ്? മെന്റേഴ്സ് എങ്ങനെയുണ്ട്? അങ്ങനെയുള്ള മെന്റേഴ്സും എല്ലാ ഇവിടുത്തെ ഫാക്കൽറ്റിയും ടീച്ചേഴ്സും എല്ലാവരും നല്ല തന്നെ സപ്പോർട്ടീവ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ശിവശങ്കർ സാറിനെ കുറിച്ചാണ്. യെസ്, സോ ഹി റിയലി ഹെൽപ്സ് us with when it comes to our exams and things. So he guides us. That's a very good thing. And not just that, നമ്മുടെ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്സ് ആയാലും നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് മെറ്റീരിയൽസ്, പിന്നെ ബ്രെയിൻ പോയിന്റേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് NCERT ബുക്ക് കുറേ ഇരുന്ന് വായിക്കാനും റിവിഷൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. സോ ദാറ്റ് ടൈം ദ ബ്രെയിൻ പോയിന്റേഴ്സ് ആൻഡ് ദി മെറ്റീരിയൽസ്, റെഫറൻസ് മെറ്റീരിയൽസ് ദാറ്റ് വി ഹവ് ഗോട്ട് ഫ്രം ഹിയർ ആർ റിയലി ഹെൽപ്ഫുൾ. ആൻഡ് പെട്ടെന്ന് തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനും ഈ ലിമിറ്റഡ് ടൈമിനോണ്ട് കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആവാനായിട്ട് റിയലി ഹെൽപ്പ്. ആമിന എവിടുന്നാണ് വരുന്നത്? മാഹി. ഓക്കെ, അപ്പോൾ മാഹിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് മോൾക്ക്? നമ്മൾ ഫസ്റ്റ് ഒരു മാസത്തെ ക്രാഷ് കോഴ്സിന് വേണ്ടിയാണല്ലോ ഇവിടെ വന്നത്. അപ്പം നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായി. കാരണം 2 കൊല്ലത്തെ സബ്ജക്റ്റ് നമ്മൾ ഒരു മാസം കൊണ്ട് പഠിച്ച് തീർക്കണം. അപ്പോൾ പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് അതിനുള്ള എല്ലാത്തിൻ്റെ ഒരു ഉത്തരവായി. നമുക്ക് ജോർജ് സാർ ആയിക്കോട്ടെ നമ്മളെ വന്നിട്ട് നമ്മളെ കൊണ്ടും പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തരാൻ തുടങ്ങി. ഒരു പേടിയും വേണ്ട. അതായത് നമ്മളിവിടെ എങ്ങനെയാണ്, കാരണം എപ്പോഴും വേണമെങ്കിലും നമ്മൾ ക്ലാസ് ടീച്ചറുമായിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാം. മൊത്തത്തിൽ മാഹിന്ന് ഇവിടെ വന്ന് എൻ്റെ പാരൻസ് എനിക്ക് ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ തന്നു എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ. എല്ലാ രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മോൾക്കുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ ഹാപ്പിയാണോ? യെസ്, വെരി ഹാപ്പി, വെരി കോൺഫിഡൻറ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു മാസം കൊണ്ട് എൻ്റെ ബെസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് മോളുടെ ഒരു എൻട്രൻസ് എക്സാം കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റലിൽ വന്ന് നിന്നിട്ട് ഞാൻ കുറേ പേടിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇവിടെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ എല്ലാവരുമായിട്ട് ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ആയിട്ടല്ലേ വരേണ്ടി വരും. പക്ഷേ ഈ ക്യാമ്പസ് അത്ര സ്ട്രെസ് ലെവൽ അങ്ങനെയൊന്നും തോന്നിയില്ല ഇതുവരെ. എനിക്ക് പറ്റുന്നത്ര മാക്സിമം എഫേർട്ട് ഇവിടെ ഇടാൻ ഇവർ എനിക്ക് മോട്ടിവേഷൻ തരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്കൂൾ ലൈഫിലെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസാണ് മാറ്റങ്ങൾ വന്നത്? ഒരുപാട് കാര്യങ്ങൾ സ്കൂളിലെ പോലെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഡിജിറ്റൽ ബോർഡ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇവിടെ വന്നതിന് ശേഷം? നല്ല ഹാപ്പിയാണ്. എല്ലാ ടീച്ചേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹോസ്റ്റലിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് നമുക്ക് ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യാം. ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഞാൻ ഹൈബ്രിഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവിടെ ക്രാഷിന് മുമ്പേ ഒരു 6 മാസം മുമ്പ് ഞാൻ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്കൊരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ഇപ്പോൾ ക്രാഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത്രയും ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം എടുക്കുന്നുണ്ട്. NCERT ഫുൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേരൻസിനൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടോ? വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടോ? അതോ എങ്ങനെയാണ് അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ടെൻഷനൊക്കെ ഉണ്ട്. എങ്കിലും ക്ലാസ് ടീച്ചറും അവരൊക്കെ ആയിട്ട് ഇടയ്ക്ക് കോൺടാക്ട് ചെയ്ത് അവർ നമ്മൾ എക്സാം ഒക്കെ ഇട്ട് കഴിയുമ്പം മാർക്കൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ അപ്പം തന്നെ പേരൻസിനെ അറിയിച്ചു കൊടുക്കും. അപ്പോൾ വീട്ടുകാർക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ക്ലാസ് റൂമൊക്കെ നല്ലതാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ പ്രൊജക്ടർ, ഡിജിറ്റൽ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സുകളും എല്ലാം നല്ല തന്നെയാണ്. അവർ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി എന്താണ് പറയുക? ടീച്ചർമാർ അവർ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് അവർ, എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? അവർ നല്ലതാണ്, നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ ഫാക്കൽറ്റീസ് അടിപൊളിയാണ്. നല്ല എൻജോയ് ചെയ്താണ് അവർ പഠിപ്പിക്കുന്നത്. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രില്യൻ്റ് ക്യാമ്പസിനെ പറ്റി പറയുന്നത് ഇത് വളരെ വലിയൊരു ക്യാമ്പസാണ്. അത്യാവശ്യമായിട്ട് എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട്. ക്യാമ്പസിനെ പറ്റി എന്താണ് ആദ്യമേ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയ ഒരു ഇമ്പ്രഷൻ എങ്ങനെയായിരുന്നു?
പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ ഡിജിറ്റലൈസ്ഡ് ആയിരുന്നു ഫുള്ളും. പിന്നെ ഇവിടെ 2 ക്യാൻറ്റീനുണ്ട്. അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പം ഫുഡ് കൊണ്ടുവന്നില്ലെങ്കിൽ തന്നെ ക്യാരി ചെയ്യേണ്ട, ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വന്ന് കഴിച്ചാൽ മതി. പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എമൗണ്ടുമാണ്, അപ്പോൾ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഹോസ്റ്റലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നത്? ഫസ്റ്റ് ടൈമാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? ലൈക്ക് മൊത്തത്തിലൊരു വീട്ടിൽ നിന്നൊരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത് അല്ലേ? യെസ്, കുഴപ്പമില്ല. ഹോസ്റ്റലിൽ നിന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, അവിടെ പഠിക്കാനുള്ളൊരു ആംബിയൻസ്, കാര്യങ്ങൾ, വാർഡൻ സൗകര്യങ്ങളൊക്കെ, നമ്മൾ മെൻ്റർ സൗകര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗമാകുന്നത്? കൺട്രോൾഡ് ഹോസ്റ്റലാണ്, അപ്പം പഠിക്കാൻ പറ്റും. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനുള്ള സൗകര്യം ഹോസ്റ്റലിലുണ്ട് അല്ലേ? ഓക്കെ, ഇവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട്? ക്യാമ്പസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്യാമ്പസൊക്കെ നല്ല. അപ്പം ഇപ്പോൾ നമ്മുടെ ഒരു ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ കോച്ചിങ്ങിന് സ്റ്റാർട്ട് ചെയ്ത ശേഷം നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ OMR രീതിയിലുള്ള എക്സാം. ഇതുവരെയുള്ള നിങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാം ആയിരുന്നു. അപ്പോൾ OMR നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് തന്നെ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് സമാധാനം തോന്നി. OMR ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്ന് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഡയറക്ടർ സാറൊക്കെ ഞങ്ങൾ വന്ന് കണ്ടായിരുന്നു എക്സാമിന് ശേഷം റിസൾട്ട് അനാലിസിസിനൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ സാറ് എന്ത് പറഞ്ഞു? മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ തന്നോ? നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. റാങ്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു പഠിച്ചാലും. പിന്നെ പ്രൈസ് ഒക്കെ കൊടുത്തില്ലേ? കൊടുത്തു. റാങ്ക് ഹോൾഡേഴ്സിന് പ്രൈസ് കൊടുത്തു. ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് പോകുന്നത്. ക്രാഷ് നമുക്കറിയാം ഒരു ലിമിറ്റഡ് ടൈമാണ്. അതിലെങ്ങനെ എഫക്റ്റീവായി പഠിക്കാമെന്ന് നമുക്ക് നല്ലപോലെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ NCERT വായിക്കണം, എങ്ങനെ പ്രോബ്ലംസ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള രീതിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇതിലൂടെ പോകാൻ തന്നെയാണ്. ഈ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് ഒരു പ്രോപ്പർ സിസ്റ്റമുണ്ട്. അത് ഇവർക്ക് മനസ്സിലായി തന്നെയാണ്. ആ ഒരു സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എക്സാമിന് മുന്നേ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? ബട്ട് ഓരോ ദിവസം കഴിയുന്നോറും കോൺഫിഡൻസ്, നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കൂടി വരാൻ തുടങ്ങി, തോന്നാൻ തുടങ്ങി. പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഹോസ്റ്റലാണ്. നമ്മുടെ ലേണിംഗ് ആപ്പിനെ കുറിച്ച് നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ലേണിംഗ് ആപ്പ് ഈ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് യൂസ്ഫുൾ? ഇത്രയും സമയം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അതുപോലെ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ചെന്ന് നമുക്ക് ലേണിംഗ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ലെക്ചർ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഇൻഡെപ്ത് വീഡിയോസ് ഉണ്ട്, അല്ലാതെ ഷോർട്ടായിട്ടുള്ള ലെക്ചർ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ക്ലാസ് കാണാം. അതുപോലെ തന്നെ ഈ ലേണിംഗ് ആപ്പിലുള്ള വേറൊരു ഫെസിലിറ്റിയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നുള്ളത്. അത് ക്വിസ് മോഡും ഉണ്ട്, റെഗുലർ മോഡും ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസും നമുക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ പഠിത്തം എൻഹാൻസ് ചെയ്യാവുന്നതാണ്. ബുക്സ് ഒക്കെ കിട്ടിയില്ലേ? സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ +2 സിലബസിൽ നിന്ന് ലൈക്ക് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തു ഇതിൽ? +2 സിലബസിൽ NCERT ബുക്ക്സ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കണമെങ്കിൽ നല്ല സമയമെടുക്കും. ഇത് എല്ലാം ചുരുക്കി എന്നാൽ അതിൻ്റെ അകത്തെല്ലാം ഉണ്ട് താനും. നല്ല രീതിക്ക് നമുക്ക് വേണ്ടിയ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം അടങ്ങുന്നൊരു മെറ്റീരിയലാണ് കിട്ടിയത്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരു 2 മണിക്കൂർ കൊണ്ട് ഓരോ ചാപ്റ്ററും തീർക്കുകയും ചെയ്യും. അതിൻ്റെ അകത്തെ ടഫായിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും. എക്സാംസ് എന്തെങ്കിലും കഴിഞ്ഞോ? എക്സാംസ് ഇപ്പോൾ ഒരു 4 എക്സാം നടത്തി. എങ്ങനെയായിരുന്നു അവർ എക്സ്പീരിയൻസ്? ബ്രില്യൻറ്റിലെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. നമ്മൾ ഇവിടെ ഈ അപ്പുറത്തൊരു ബ്ലോക്ക് ഉണ്ട്, അവിടെ കൊണ്ടുപോയി എക്സാം എഴുതിപ്പിക്കും. നല്ല എക്സാമാണ്. അതായത് ഓരോ മോഡ്യൂളും നമ്മളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ മോഡ്യൂളിൻ്റെ എക്സാം അടുത്ത ദിവസം രാവിലെ 1 മണിക്കൂർ കണ്ടക്ട് ചെയ്യും. അത് കാരണം നമുക്കെല്ലാം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ച് അതിൻ്റെ എക്സാം എഴുതി നമ്മൾ അതിനെക്കുറിച്ച് എന്തേരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ മനസ്സിലാക്കും. ഇത് മാത്രമല്ല, കുട്ടികൾക്ക് യൂണിറ്റ് വൈസ് എക്സാം തുടങ്ങി. ബ്രില്യൻറ്റിലെ കോർഡിനേറ്റേഴ്സ് ഉയർന്ന സ്കോർ നേടിയ വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിൽ വന്ന് തന്നെ അഭിനന്ദിക്കും. ഡയറക്ടേഴ്സ് കൃത്യമായി ലൈവിൽ ചേർന്ന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ക്രാഷ് കോഴ്സിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സും വിദ്യാർത്ഥികളും നീറ്റ് 2025 കോൺഫിഡൻസോടുകൂടി നേടാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മുടെ 2025 ബ്രില്യൻറ്റിലെ ക്രാഷ് കോഴ്സിൽ ഏതാനും കുറച്ച് വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും റെഡി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? അതിലെ Brilliant Study Center, India's #1 coaching center for NEET and JEE.